ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അമ്പല വീഡിയോ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ക്ഷേത്രമാണ്, എന്നാലും ഞാൻ പറയാം. പള്ളിക്കുന്ന് മൂകാംബിക ദേവി ക്ഷേത്രം, കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിലുള്ള സരസ്വതി ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത്തേത് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ടൗണിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ നിന്നും പയ്യന്നൂർ റോഡ് വഴിയെ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രത്തിന് ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ മൂകാംബികാ ദേവിയാണ്. പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ മലബാറിലെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം വിദ്യാരംഭത്തിനും നവരാത്രി ആഘോഷങ്ങൾക്കും ഏറെ പ്രശസ്തമാണ്. ഈ ക്ഷേത്രക്കുളത്തിലെ വെള്ളം കണ്ടാൽ ആരും ഇറങ്ങി കുളിച്ചു പോകും. പഴയ കാലത്ത് ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷം മാത്രമാണ് ദർശനം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കൈയും കാലും കഴുകിയിട്ടാണ് ഭക്തർ അധികവും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. മൂകാംബിക ദേവി ക്ഷേത്ര ദർശനം നടത്തിയാൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ മിടുക്കരാവുകയും മൂകാംബികയിൽ എഴുത്തിനിരുത്തിയാൽ പഠിച്ച് ഉന്നത നിലയിൽ എത്തും എന്നാണ് വിശ്വാസം. സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ സാന്നിധ്യങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമാണ് ഇവിടെ എന്നാണ് വിശ്വാസം. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നിറമാല, അലങ്കാര പൂജ, ഗുരുതി തർപ്പണം, ഉമാമഹേശ്വര പൂജ, വിദ്യാരംഭം എന്നിവയാണ്. വാവ്, പ്രതിപദം, കുട്ടിയുടെ ജന്മനക്ഷത്രം എന്നിവ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വിദ്യാരംഭം നടത്താവുന്നതാണ്. രാവിലെ 8 മണി മുതൽ 9:30 വരെയാണ് വിദ്യാരംഭത്തിൻ്റെ സമയം. അലങ്കാര പൂജ രാവിലെ 7 മണിക്കും 10 മണിക്കും വൈകിട്ട് 7 മണിക്കും ആണ് നടത്തുന്നത്. അലങ്കാര പൂജ ചെയ്യണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഗുരുതി തർപ്പണം 7:30 ഉമാമഹേശ്വര പൂജ ദീപാരാധനയ്ക്ക് ശേഷം. നിറമാല രാവിലെ മുതൽ വൈകിട്ട് വരെ. പ്രധാന ഉത്സവം ഒക്ടോബർ മാസത്തിലെ നവരാത്രിയാണ്. വിജയദശമി വരെ 10 ദിവസം ഇവിടെ ഉത്സവം ആഘോഷിക്കുന്നു. കൂടാതെ 41 ദിവസത്തെ മണ്ഡലകാല പൂജയും ഭജനയും. 41ാമത്തെ ദിവസം അയ്യപ്പ പൂജയോടെ സമാപനം. മാർച്ച് 4-നാണ് നാഗപ്രതിഷ്ഠാ ദിനം. മീനമാസത്തിലെ രോഹിണിക്കാണ് കൊടിയേറ്റ്. പൂരം നക്ഷത്ര ദിവസം ആറാട്ട് കഴിഞ്ഞ് കൊടിയിറക്കുന്നു. തുലാമാസത്തിലെ കാർത്തികയ്ക്ക് കളഭാഭിഷേകം ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. കണ്ണൂരിൽ മൂകാംബിക ക്ഷേത്രം ഉള്ളതുപോലെ എറണാകുളത്ത് പറവൂരിലും മൂകാംബിക ക്ഷേത്രം ഉണ്ട്. കൂടാതെ ചോറ്റാനിക്കരയിൽ മൂകാംബികാ ദേവിയുടെ സാന്നിധ്യം നിത്യവും രാവിലെ ഉണ്ടെന്നാണ് വിശ്വാസം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആവണങ്കോട് സരസ്വതി ക്ഷേത്രം, ശിവഗിരിയിലുള്ള ശാരദാ ക്ഷേത്രം സരസ്വതീ ദേവിയാണ്. ഭൃഗു മഹർഷിയുടെ സാന്നിധ്യത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽപ്പെടുന്ന ദേവീ പ്രതിഷ്ഠ. ത്രേതായുഗത്തിൽ ദുർഗാവരാമൻ പ്രതിഷ്ഠ നടത്തി.